മക്കളെ, കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലിക്കാൻ ഒരവസരവും ഇല്ലാത്തൊരു നാട്ടിൽ അതിനു വേണ്ടി മാത്രമായിട്ട് ഒരു ഫുട്ബോൾ അക്കാഡമി തുടങ്ങുക, അതെങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഒരു അക്കാഡമി തുടങ്ങിയിരിക്കുകയാണ് നമ്മളെ നാദാപുരത്തിന് അടുത്തുള്ള കള്ളിക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് സാക്കാസ് സോക്കർ സ്കൂൾ. ഓക്കെ, അപ്പോൾ നമ്മളെ നാട്ടിൽ ഇന്ത്യയിൽ ഫുട്ബോൾ ക്യാമ്പ് ചെയ്ത് പഠിച്ച ആളുകൾക്ക് മാത്രമായിട്ടുള്ള എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഫുട്ബോൾ ക്യാമ്പ് ചെയ്യാൻ ഈ കള്ളിക്കണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു 10-5 കിലോമീറ്റർ ഉള്ളിലുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു അക്കാഡമി യൂസ് ചെയ്യാം. അതിൻ്റെ ഭാരവാഹികളാണ് എൻ്റെ കൂടെ ഉള്ളത്. പലവിധ ലഹരിക്കും അടിമപ്പെട്ട് പല മേഖലയിലും ലഹരിക്ക് വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സ്പോർട്സ് ആൻഡ് ഗെയിംസ് എന്നത് അതവരുടെ ഒരു ലഹരിയായി മാറിയാൽ തന്നെ മറ്റു ലഹരികൾ തേടിപ്പോകുന്ന ഒരു വല്ലാത്തൊരവസ്ഥ നമുക്ക് സമൂഹത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, സാക്കാസ് സോക്കർ ഫുട്ബോൾ അക്കാഡമിയുടെ അല്ലെങ്കിൽ സാക്കാസ് സോക്കർ സ്കൂളിന്റെ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളും എന്നെ ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഫുട്ബോൾ കളിക്കുന്നത്? ആരെങ്കിലും ഒരാള് എന്തിനാണ് ഈ ഫുട്ബോൾ ക്യാമ്പിൽ ജോയിൻ ചെയ്തത് എന്നുള്ളതൊന്ന് പറയാമോ? ആരെങ്കിലും ഉണ്ടോ പറയാൻ പറ്റിയ? മോസിൻ എന്തിനാണ് ഈ ഫുട്ബോൾ ക്യാമ്പിൽ ജോയിൻ ചെയ്തത്? പ്ലെയർ ആവണം. ഏത് റേഞ്ച് കളിക്കണം? എവിടെ കളിക്കണം? കേരള ടീമിന് കളിച്ചാൽ മതിയോ? കേരള ടീമിന് അതോ കേരള ബ്ലാസ്റ്റേഴ്സിനോ? ഓക്കെ, അദ്വിക്കിന് ഏത് ടീമിന് വേണ്ടി കളിക്കണം? കേരള ബ്ലാസ്റ്റേഴ്സ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഏറ്റവും ടോപ്പ് ലെവൽ ഫുട്ബോളാണ് ISL എന്ന് പറയുന്നത്. ISLലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ട് എന്ന് എണ്ണപ്പെടുന്ന ക്ലബ്ബുകളിൽ ഒന്നായ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കണമെന്നാണ് അദ്വൈതിന്റെ ആഗ്രഹം. ഇതല്ലാതെ മറ്റെന്തെങ്കിലും പർപ്പസിന്, ഒരു ഫുട്ബോൾ താരമാവണമെന്ന പർപ്പസിനല്ലാതെ ഈ ക്യാമ്പിൽ ജോയിൻ ചെയ്ത ഏതെങ്കിലും കുട്ടികളുണ്ടോ? മോന്റെ പേര് ഈ ക്യാമ്പിലുള്ള? ശ്രാവന്റെ അമ്മയോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്. നിങ്ങൾ എന്തിനാണ് ഈ കുട്ടിയെ, ഇപ്പോ ഫീസ് കൊടുത്തിട്ടാണല്ലോ ക്യാമ്പിന് വിടുന്നത്, എന്തിനാണ് ശ്രാവണിനെ ഫുട്ബോൾ ക്യാമ്പിന് വിടുന്നത്? നല്ലോണം കളിക്കാനുള്ള താല്പര്യമുണ്ട്. ഓക്കേ, കളിച്ചിട്ട് നല്ലൊരു പ്ലെയർ ആകണം. നിങ്ങളുടെ പേര്? എന്റെ പേര് രജിത, മോന്റെ പേര് റിഷോണ്. നല്ല താല്പര്യമുണ്ട്, അവന് പ്ലെയർ ആണെന്ന് അവൻ പറയുന്നത്. ഓക്കേ, പേര്? മക്കള് പേരക്കുട്ടികൾ 3 ആളുണ്ട് ക്യാമ്പില്. ഓക്കെ, എന്തിനാ വിട്ടു? അവർക്ക് കളിക്കണം, പ്ലെയർ ആണ്. ഇന്ത്യൻ ടീമിൽ കളിക്കണം. ഏറ്റവും വലിയ അംബീഷനാണ്. നമ്മളെ പ്രിയപ്പെട്ട APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, ഡ്രീം which ultimately transfer to thoughts and the thought which ultimately transfer to action. ആ സ്വപ്നങ്ങളിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ഇന്ത്യക്ക് വേണ്ടി കളിക്കണമെന്ന് സ്വപ്നം കണ്ടാലേ ഇന്ത്യ കളിക്കാൻ പറ്റൂ. കേരളത്തിന് വേണ്ടി കളിക്കണമെന്ന് സ്വപ്നം കണ്ടാൽ അവസാനം നമ്മൾ കേരളത്തിന്റെ കളിക്കാരനായി മാറും മാക്സിമം. പിന്നെയും സ്കൈസ് ഹൈ എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അത്രമാത്രം കോമ്പറ്റീഷനുള്ള ഒരു മേഖലയിലേക്കാണ് നിങ്ങളെ കുട്ടികളെ പ്ലേയേഴ്സ് ആക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഫുട്ബോൾ താരങ്ങളാവാൻ വേണ്ടി പരിശ്രമിക്കാൻ ഇറങ്ങിയത്. മനസ്സിലായോ? ബ്ലാസ്റ്റേഴ്സിന് കളിക്കുന്ന പ്ലെയറെ പേരെന്താ? ഒരു പ്ലെയറെ പേര് പറയുകയാണെങ്കിൽ പറയും. ഒരു മലയാളി പ്ലെയറെ പേര്? വിപിൻ മോഹൻ. ഓക്കെ, നിങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളികളൊക്കെ കാണാറുണ്ട് അല്ലേ? ഒറ്റ സിമ്പിൾ ചോദ്യം, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്ന വിപിൻ മോഹനെ പുറത്താക്കിയിട്ട് നിനക്ക് വിപിൻ മോഹന്റെ സ്ഥാനത്ത് കളിക്കണം, വേണ്ടേ? 11 ആൾക്കല്ലേ കളിക്കാൻ പറ്റുമോ? എന്താണ് നീ അതിനു വേണ്ടി ചെയ്യുന്നത്? എങ്ങനെ? കളിച്ചിട്ട് എത്ര ടൈം പ്രാക്ടീസ് ചെയ്യും? എത്ര സമയം പ്രാക്ടീസ് ചെയ്യും? നിങ്ങൾ കള്ളിക്കണ്ടി ഉള്ള ആളുകളാണ്. കേരളത്തിന്റെ വ്യത്യസ്തമായ ഗ്രാമങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അതുപോലെ തന്നെ ഇന്ത്യൻ ടീം സ്വപ്നം കണ്ടുകൊണ്ട് കോടിക്കണക്കിന് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം നിങ്ങളുടെ ട്രെയിനിങ് സ്കിപ്പായാൽ ആ സമയത്ത് അവരവിടെ ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ കോമ്പറ്റ് ചെയ്യുന്നത് നിങ്ങൾ അക്കാഡമിയിലുള്ള 10, 30, 40 ആളുകളോടല്ല, മറിച്ച് നിങ്ങൾ കോമ്പറ്റ് ചെയ്യേണ്ടത് കേരളത്തിലെ മിടുക്കന്മാരായ പയ്യന്മാരുമായിട്ടാണ്. അവര്
അവർ ഉറങ്ങുന്നത് എന്തിനാണെന്നറിയോ? അറിയോ? എനിക്ക് പരിചയമുള്ള കഴിഞ്ഞ ആഴ്ച എൻ്റെ യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരു മെസ്സേജ് വന്നു. ഐഫ എന്ന് പറയുന്ന പാലക്കാട് കൊപ്പത്തുള്ള ഒരു അക്കാഡമി ഞാൻ വിസിറ്റ് ചെയ്ത് അവിടുത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറിയാൽ കാണാൻ പറ്റും. കേരളത്തിലെ നമ്പർ 1 അക്കാഡമികളിൽ ഒന്നായിട്ടുള്ള റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാഡമി. എല്ലാ ഫെസിലിറ്റിയും അടിപൊളിയായിട്ടുള്ള, ഗ്രൗണ്ട് കണ്ടാൽ നമുക്ക് ഉറങ്ങാൻ തോന്നും, അമ്മാതിരി ഗ്രൗണ്ട്, ഹോസ്റ്റൽ ഫെസിലിറ്റി, ഫുഡ് എല്ലാം അടിപൊളി. അവിടുത്തെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അന്ന് അവിടെ ഒരു പ്ലെയറെ ഞാൻ പരിചയപ്പെട്ടു, ചെറിയൊരു പയ്യൻ, ഓസിൽ എന്നാണ് പേര്. കഴിഞ്ഞ ആഴ്ച അയാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്താ മെസ്സേജിൽ എന്നറിയോ? ഞാൻ ടാറ്റ ഫുട്ബോൾ അക്കാഡമി, ജംഷഡ്പൂർ FC ഇല്ലേ, അതിൻ്റെ അക്കാഡമി ഉണ്ട്, ടാറ്റ ഫുട്ബോൾ അക്കാഡമി. ആ അക്കാഡമിയുടെ ട്രയലിലൊരു വീഡിയോ ഞാൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വീഡിയോ കൊണ്ട് ഐഫയിലുള്ള ഈ പയ്യൻ പോയി ആ ട്രയൽ അറ്റൻഡ് ചെയ്ത് ഇന്ത്യയിലെ നമ്പർ 3 അക്കാഡമിയിൽ, നമ്പർ 1, 2, 3 എണ്ണയാണെങ്കിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന അക്കാഡമിയിൽ അവന് അഡ്മിഷൻ കിട്ടി. ഇനി ഇന്ത്യൻ ടീമിലേക്കും ISLലേക്കുള്ള അയാളുടെ വഴി ഓപ്പൺ ആയി കഴിഞ്ഞു എന്നർത്ഥം. എന്ന് വെച്ചാൽ ഐഫയിൽ രാവും പകലും ഓസിൽ ഉറങ്ങുന്നത് എന്തിനറിയോ? രാവിലെ എഴുന്നേറ്റ് ഫുട്ബോൾ കളിക്കാനാണ്. എന്ന് വെച്ചാൽ അയാളുടെ സ്ലീപ്പ് അത്രയും ക്വാളിറ്റി സ്ലീപ്പാണ്. ഓക്കെ, ഇങ്ങനെ ഫോണിൽ നോക്കി ഇങ്ങനെ ഉറങ്ങിപ്പോയതല്ല. ഫോൺ ഉപയോഗിക്കാതെ 10 മണിന് മുന്നേ ഉറങ്ങണം എന്ന് വെച്ചാൽ ഉറങ്ങിയിരിക്കും. ഓക്കെ, കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല എവിടെയും കളിക്കുന്ന പ്ലേയേഴ്സ് പ്രൊഫഷണലിസം കാണിക്കുന്നത് എങ്ങനെയാണ്? 7 മണിക്ക് അവർക്ക് ഉറങ്ങാനുണ്ടെങ്കിൽ ഉറങ്ങിയിരിക്കും, 6 മണിക്ക് ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിരിക്കും. ഇന്ന് കഴിക്കാൻ പറ്റുമോ എന്ന് ന്യൂട്രീഷനിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കഴിക്കുമോ. ഇനി കല്യാണം ഉണ്ടെങ്കിലും കളവാണെന്നെങ്കിലും വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലും കൂട്ടുകാർ ചിലപ്പോൾ സിനിമക്ക് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫംഗ്ഷന് പോവുകയാണെങ്കിലും അവർക്ക് അതൊന്നുമില്ല. അവർ സ്വയം അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യും. നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഉപ്പയോ ഉമ്മയോ ഒന്നും പറയില്ല നിങ്ങളോട് എന്ത് ആ പരിപാടിക്ക് പോകണ്ട, ആ സമയത്ത് പ്രാക്ടീസ് ചെയ്തോ എന്നൊന്നും പറയില്ല. ഓക്കെ, ഇത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഫയർ ഉണ്ടല്ലോ, അത് കോഴിമുട്ട പൊട്ടുന്ന പോലെ പൊട്ടണം. അപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫുട്ബോളുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഒന്നുമുള്ള ഒരു ഏരിയ അല്ല. അവിടെ ഫുട്ബോൾ ക്യാമ്പുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ കള്ളിക്കണ്ടി ഭാഗത്തുള്ള ആളുകൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ക്യാമ്പ് എന്ന് പറയുന്നത്. ഈ ഒരു അക്കാഡമീൻ്റെ പേര് എന്ന് പറയുന്നത് സാക്ക സോക്കർ അക്കാഡമി എന്നാണ്. അപ്പോൾ ഈ സാക്ക സോക്കർ അക്കാഡമീൻ്റെ ഭാരവാഹികളാണ് എൻ്റെ കൂടെ ഉള്ളത്. വെൽക്കം. നമ്മളെ പല വീഡിയോയിൽ ഇവരെ ഉണ്ട്, കാരണം ഇവർ നമ്മുടെ നാട്ടുകാർ കൂടിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ക്യാമ്പ് ആർക്കും ഉപകാരപ്പെടും, ആർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും? ഇത് നാട്ടിലെ കള്ളിക്കണ്ടി, പാറക്കടവ്, പാനൂര്, പാനൂരിൽ നിന്നൊക്കെ ഇങ്ങോട്ട് എത്താം. വിളക്കോട്ടൂര്, പാനൂരിൽ നിന്ന് ഇവിടെ ഉണ്ട്, ജോയിന്റ് ആയ കുട്ടികളുണ്ട്. അവിടെ അക്കാദമി, വേറൊരു അക്കാദമിയിൽ ജോയിന്റ് ആയത് വരാനുള്ള സൗകര്യത്തിന് ഇവിടെ അടുത്ത് വന്നതുണ്ട്. പിന്നെ പെരിങ്ങത്തൂര് 10 കിലോമീറ്റർ അപ്പുറത്തുള്ളതാണ്. പെരിങ്ങത്തൂര്, കരിയാട്, നാദാപുരം, ചെറ്റക്കണ്ടി, വിളക്കോട്ടൂര്, ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്ന് അടുത്തുള്ള ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്ററിന്റെ ഉള്ളിൽ വരെ നമുക്ക് ഓൾറെഡി ജോയിൻ ആയിട്ട്. ഓക്കെ, അപ്പം നാദാപുരം കള്ളിക്കണ്ടി പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു 5-6 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്ററോളം ദൂരമുള്ള ആളുകൾക്കൊക്കെ വന്ന് ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ള ഒരു അക്കാഡമിയാണിത്. ഫുട്ബോളിൽ കേരളത്തിൻ്റെ ഇനിയുള്ള അവസ്ഥ എന്താണ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നൊന്നും ഇനി ഞാൻ പറയണ്ടല്ലോ, ഒരുപാട് വീഡിയോസിൽ നമ്മൾ പറഞ്ഞതാണ്. കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയായിട്ട് നമ്മൾ ഫുട്ബോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഫുട്ബോൾ കുട്ടികളെ പൈസ കൊടുത്തോ പൈസ കൊടുക്കാതെയോ ഒക്കെ പഠിപ്പിക്കുന്നതുകൊണ്ട് യാതൊരു നഷ്ടം വരില്ല. അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് അടക്കം സ്ക്രീൻ ടൈമിലുള്ള മാറ്റം അടക്കമുള്ള ഒരുപാട് നേട്ടങ്ങൾക്ക് പുറമെ ഫുട്ബോളിലെ പ്ലെയർ എന്നതിലുപരി ഒരുപാട് കരിയറുകൾ ഇങ്ങനത്തെ ആളുകൾക്ക് കിട്ടാനുണ്ട്. അതിനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ക്യാമ്പിൽ പഠിച്ച് ഫുട്ബോൾ അറിയുക, ഫുട്ബോളിൻ്റെ ടെക്നിക്കൽ നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനത്തെ ആളുകളൊക്കെ ഈ ഫുട്ബോളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കാൻ താല്പര്യമുള്ള, ഫുട്ബോൾ മേഖലയിൽ ജീവിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്കൊക്കെ ഇതിൽ ജോയിൻ ചെയ്യാം. സ്ഥലം മറക്കണ്ട, നാദാപുരത്തിനടുത്ത് കള്ളിക്കണ്ടി. ഓക്കെ, അപ്പോൾ കള്ളിക്കണ്ടി അക്കാഡമീൻ്റെ വീഡിയോസൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പാരൻ്റ് എംപവർമെൻറ്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്തായാലും അടിപൊളി ദിവസമായിരുന്നു, അടിപൊളിയായിട്ട് ഈ സെഷനൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റി, അവരുമായിട്ട് നന്നായി ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. എന്തായാലും ഈ അക്കാഡമിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇരിട്ടിയിലൊക്കെ ബ്രാഞ്ചസ് ഒക്കെ വരുന്നുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം. ഇതുമായിട്ട് വിശദമായിട്ട് വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇതിൻ്റെ അതോറിറ്റി ഈ ആളുകളാണ്, ഈ കാണുന്ന ആളുകളാണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ജോയിൻ ചെയ്യാൻ വേണ്ട എന്തെങ്കിലും ഗൈഡൻസ് വേണമെങ്കിലും ഒക്കെ ഇവർ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ തരും. സോ ഈ നമ്പർ സേവ് ചെയ്ത് വെക്കുക. പുതിയ വിശേഷങ്ങളുമായി അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റ്സുമായി, പുതിയ ട്രെയിൽ അപ്ഡേറ്റ്സുമായിട്ടൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു.